നാളെ പരലോകത്ത് ചോദിക്കും. ഇനി നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി, നമ്മൾ എന്തിനു വേണ്ടിയൊക്കെയാ നമ്മളെ സമയം ചെലവാക്കുന്നത്? ആ സമയത്തിൽ കൂടുതലും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ അള്ളാഹ്ക്ക് വെറുത്തതാണോ? ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ സ്വന്തം ജീവിതത്തിലുള്ള സ്വഭാവങ്ങൾ മാറ്റാനും തിരുത്താനും നമ്മളെ കൊണ്ട് സാധിക്കണം. ഒരു ദുശക്തിക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ പാടില്ല. ഒരു ദുസ്വഭാവവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമ്മളെ, അതല്ലെങ്കിൽ നിന്റെ മക്കളെ, അനിയന്മാരെ, അനുജത്തിമാരെ ഏറ്റവും കൂടുതൽ തകർക്കാൻ കാരണമാകുന്നത് ഒരേ ഒരു രംഗം മാത്രമാ: കാണുന്ന ദൃശ്യ ശ്രാവ്യ മാധ്യമത്തിനോടുള്ള അമിതമായ ആസക്തി, സിനിമ കാണാനുള്ള മോഹം. ഒരു സിനിമ പോലും ചിലർ ഒഴിവാക്കൂല. പണ്ടുകാലങ്ങളിലൊക്കെ ടിവിയിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോ നട്ടപ്പാതിര നേരം വരെ മൊബൈലും വെച്ച് സിനിമ കാണാൻ ഒരു പ്രത്യേക താല്പര്യ. ആ സിനിമ കാണുമ്പോ അതൊരു കുറ്റമാണ് എന്ന് പോലും പലർക്കും തോന്നുന്നില്ല. കാണുന്ന കാഴ്ചകളും ആസ്വദിക്കുന്ന കാഴ്ചകളും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളാണ് എന്ന് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോധമല്ല. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം നമ്മൾ ആ സിനിമയുടെ മുൻപിലാ, റിയാലിറ്റി ഷോകൾക്ക് മുൻപിലാ, ആരോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന ചില വൃത്തികെട്ട തുള്ളലുകൾക്ക് മുൻപിലാ. ആരോഗ്യവും ഒഴിവു സമയവും ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ പ്രവർത്തനങ്ങളും മുരടിപ്പിക്കുന്ന സിനിമ, ആ ദൃശ്യ മാധ്യമത്തിലെ തോന്നിവാസമായ കാഴ്ചയിൽ നിന്നും മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കാരണം ഓരോ നിമിഷത്തെ പറ്റിയും അള്ളാഹു നമ്മളോട് ചോദിക്കും. നീ കണ്ട 2.5 മണിക്കൂർ എന്തിനു വേണ്ടി ചെലവാക്കി എന്ന് അള്ളാഹ് ചോദിക്കുമ്പോ എന്തു മറുപടി ആനിയന്മാരെ നമ്മൾ അള്ളാഹിനോട് പറയാ? പഠിച്ചോനെ, ആ സിനിമ കണ്ടപ്പോ എനിക്കൊരു ഭംഗി കിട്ടി, അല്ലെങ്കിൽ എനിക്കൊന്ന് വേറൊരു ഉഷാറ് കിട്ടി എന്ന് അള്ളാന്റെ അടുത്ത് പറയാൻ പറ്റൂല. ആ ഓരോ നിമിഷങ്ങളും, അത് പാട്ടായാലും സംഗീതമായാലും, നമ്മൾ കാണുന്ന കേൾക്കുന്ന ഓരോ നിമിഷത്തിനും. ഇനി ചോദിക്കട്ടെ, അതിൽ കാണാൻ മാത്രം നമുക്ക് അയാൾ ഹലാലാണോ? അതിൽ അഭിനയിക്കുന്നവര് നമുക്ക് ഹലാലാണോ? ഒരിക്കൽ ഫളിൽ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരന്റെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീട്ടിന്റെ മുറ്റത്ത് ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടു. ഉടനെ ഫളിൽ റളിയല്ലാഹു അൻഹു ഒന്ന് നോക്കി. രണ്ടാമത്തെ നോട്ടം നോക്കിയപ്പോ റസൂലുള്ള ഫളിൽ റളിയല്ലാഹു അൻഹു എന്ന കുട്ടീന്റെ തല പിടിച്ചങ്ങ് തിരിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ലാ യാ ഫളിൽ, നോക്കരുത് ഫളിലെ. ചോദിച്ചു നബിയോട്, എന്തുകൊണ്ടാ നബിയെ? അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞു, അർഹതപ്പെടാത്തതിന്റെ നേരെ നീ നോക്കുമ്പോ അത് നിന്റെ കണ്ണുകൊണ്ടുള്ള മ്ലേച്ഛതയാണ്. എത്ര ആണിന്റെയും പെണ്ണിന്റെയും ശരീരവും കൊഞ്ചലും നമ്മൾ കാണുന്നുണ്ട്. ഓരോ മണിക്കൂർ മൊബൈലിന്റെ മുൻപിൽ ഇരിക്കുമ്പോഴും ടിവിന്റെ മുൻപിൽ ഇരിക്കുമ്പോഴും അഭിനയിക്കുന്നത് വാപ്പയാണോ? അല്ലല്ലോ. അതിൽ തുള്ളിച്ചാടുന്ന ഉമ്മയാണോ? അല്ലല്ലോ. പെങ്ങളാണോ? അല്ലല്ലോ. എന്നിട്ടും മണിക്കൂറുകളോളം ആ തോന്നിവാസത്തിന്റെ മുൻപിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഓരോ മിനിറ്റും അള്ളാന്റെ അടുത്ത് കുറ്റമായി മലക്കുകളെ എഴുതി വെച്ചോണ്ടിരിക്കുക. ഇത് യതലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ കാഴ്ചകൾ കാണുന്ന സെക്കൻഡും, ആ നിമിഷങ്ങൾ അത്രയും അള്ളാന്റെ കുറ്റവാളിയായി അള്ളാന്റെ മലക്കളെ എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾ 11 മണിക്കിരുന്നു, 1.25 മണി വരെ ആ ഇരുത്തത്തിൽ മുഴുവനും ഇരുന്ന് കണ്ടെഴുന്നേൽക്കുമ്പോ 2.25 മണിക്കൂർ കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ പാപം അള്ളാന്റെ മലക്കൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും ഓരോ നിമിഷവും. അതുകൊണ്ടാ അമിതമായ സിനിമയോടുള്ള ആസക്തി നമ്മളെ നശിപ്പിക്കും. ആ സിനിമ കാണാനുള്ള ആഗ്രഹം നമ്മളെ ഒഴിവു സമയം നശിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് എത്തിക്കും. നാളെ റബ്ബിന്റെ കോടതിയിൽ അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾ എന്ത് കണ്ടു, എന്ത് കേട്ടു എന്നതിനെപ്പറ്റി അല്ലാഹു തആല ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, നമ്മൾ ഏത് സിനിമയാ കാണാത്ത? ഇപ്പോ ഞാൻ നിങ്ങളൊക്കെ സിനിമ കാണുന്നവര് എന്ന അർത്ഥത്തിലല്ലട്ടോ പറയുന്നത്. ഏത് സിനിമ ഇറങ്ങിയോ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ കാണും. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ അഭിപ്രായം കേട്ടിട്ട് പോവാൻ പറ്റിയിട്ടില്ലേ ചിലർക്ക് സങ്കടങ്ങളാ. വാപ്പാരോടും കൂടിയാ പറയുന്നത്. സ്വന്തം മക്കളെയും കൂട്ടി സിനിമ കാണാൻ പോകുന്ന വാപ്പാരുണ്ട്. സ്വന്തം വീട്ടിൽ അതിനുവേണ്ടി മാത്രം TV വാങ്ങി വെച്ച വാപ്പാരുണ്ട്. വാപ്പാരെ മരിച്ചു കഴിഞ്ഞാൽ പോലും കുറ്റം കബറിലേക്ക് തിരിച്ചു കിട്ടുക. ഈ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ഈ വീട്ടുകാരൻ അങ്ങളെങ്കിൽ നിങ്ങൾ മരിച്ച് കണ്ണംപറമ്പ് കൊണ്ടുവെച്ച ഏറിയ 2 ആഴ്ച TV ഓഫാക്കും. 3-ാമത്തെ ആഴ്ച TV മക്കൾ തുറക്കും. ഓൾക്ക് തുറക്കാതിരിക്കാൻ പറ്റൂല. 3-ാമത്തെ ആഴ്ച തുറന്നു വെച്ച ആ TV ആ വീട്ടിൽ വരാനുള്ള കാരണം എന്താ? വാപ്പയായ ഞങ്ങളാ.
ഉമ്മയായ ഉമ്മാരാ. മരിച്ച് കബറിലേക്ക് ചെന്നാലും കുറ്റങ്ങനെ കിട്ടാനുള്ള വകുപ്പ് കണ്ടുവെച്ചു പോകുമ്പോ മക്കളെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അത് വേണ്ടെന്ന് വെക്കണം. TV വേണ്ടെന്ന് വെക്കണം എന്നല്ല, അതിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്ന തോന്നിവാസത്തിന്റെ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന വാശി പിടിക്കുന്ന മക്കളാണെങ്കിൽ പോലും ആ മക്കളെ പിഴവിലാക്കുന്ന കാഴ്ചകൾക്ക് സൗകര്യം ചെയ്യാൻ പാടില്ല. അതോടൊപ്പം അനിയന്മാരോടും അനിയത്തിമാരോടും നമ്മളെ മൊബൈലിൽ കിട്ടിയ ഒരു സാധനം മറ്റൊരാൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുമ്പോ അവര് നശിക്കാനും അവരുടെ സമയം നഷ്ടപ്പെടുത്താനും കാരണമാകുന്ന ഒരു വീഡിയോസ് ആണെങ്കിൽ ആ കുറ്റം നാളെ പരലോകത്ത് നിങ്ങളും കൂടി ഏറ്റെടുക്കേണ്ടി വരും. എന്റെ ആ പുതിയ സിനിമ ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് സെൻഡ്, അല്ലെങ്കിൽ എന്റെ എക്സെൻഡർ ഓൺ ആക്കിയിട്ട് ഇന്ത്യയിലേക്ക് അയക്ക് എന്നൊക്കെ പറയുന്ന സെക്കൻഡിൽ അയച്ചു കൊടുക്കാൻ 2-3 മിനിറ്റ് മതിയാകും. എന്നാൽ അത് കിട്ടിയവള് കാണാൻ കുത്തിരിക്കുന്ന 2.5 മണിക്കൂറുണ്ടല്ലോ, ആ 2.5 മണിക്കൂറും അള്ളാന്റെ മലക്കൾ നിങ്ങളെയും കൂടി ശപിക്കുക. അത് കൊടുക്കാൻ കാരണക്കാരായ നിങ്ങളെ. മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ല അജ്രി ഫാഇലിഹി. ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവന്റെ കൂലി പറഞ്ഞു കൊടുത്തവനുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു തിന്മ നിങ്ങൾ ഏൽപ്പിച്ചാൽ ആ തിന്മ ചെയ്യുന്നവന് തിന്മ കാണിച്ചു കൊടുത്ത നിങ്ങൾക്കും അതിന്റെ കുറ്റമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ ജീവിതം ഏറെ നശിപ്പിക്കുന്ന ഒരു കാരണം സിനിമ, ദൃശ്യ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം. അതിന്റെ മുൻപിലേക്ക് ചെന്നിരിക്കാൻ നേരത്ത് നമ്മൾ ഉറപ്പിക്കണം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തൊരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. അതുപോലെ തന്നെ സംഗീതം ആസ്വദിക്കുന്നവർ, പാട്ട് കേട്ട് ഉറക്കം വരാത്തവരും പാട്ട് കേട്ടുറങ്ങുന്നവരും. സംഗീതം ഇസ്ലാം നിഷിദ്ധമാക്കിയതാ, ഒരു തർക്കവും ആ കാര്യത്തിലില്ല. നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഹലാലാവുന്നില്ല. എനിക്കതിനെപ്പറ്റി സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ലേ, അതിന്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കണം എന്നല്ലാതെ ഞാൻ സിനിമ കാണുന്നതുകൊണ്ടും ഞാൻ പാട്ട് കേൾക്കുന്നതുകൊണ്ടും അതിലൊന്നും ഇസ്ലാമിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാൻ തെളിവില്ല. പാട്ട് അള്ളാന്റെ തിരുദൂതം പഠിപ്പിച്ചു. സംഗീതം, പാട്ടല്ല, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ട്. ഇന്നല്ലാഹ ഹറമ അലൈക്കുമുൽ ഖംരി വൽ മൈസിരി വൽ ഖൂബ. അള്ള കള്ളും ചൂതാട്ടവും അഥവാ ഷീട്ടുകളെയും എങ്ങനെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയോ അതുപോലെ നിങ്ങൾക്ക് കൂബയും നിഷിദ്ധമാക്കി. സഹാബത്ത് ചോദിച്ചു, റസൂലേ മൽ കൂബ, എന്താ കൂബ എന്ന് പറഞ്ഞാൽ? തിരുദൂതന്റെ മുൻപിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഇന്നഹു അൽ ഗിനാ, അത് സംഗീതമാണ്. അത് മനുഷ്യന്റെ ഇച്ഛകളെയും ശക്തികളെയും നശിപ്പിച്ചു കളയുന്ന, അവനെ തുള്ളാൻ പ്രേരിപ്പിക്കുന്ന, അവന്റെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് പോലും ബോധമില്ലാതാക്കുന്ന അനിയന്ത്രിതമായ സംഗീത ഉപകരണങ്ങൾ ആസ്വദിക്കപ്പെടുന്ന ഒരു മനസ്സിന്റെ ഉടമയാവുക എന്നുള്ളതാണ് കൂബ എന്ന വാക്കിന്റെ അർത്ഥം. എന്നിട്ട് തിരുദൂതൻ പറഞ്ഞു, അതേ യസ്തഫിസു ബനി ആദം, ആദമിന്റെ മക്കളെ അത് തുള്ളാൻ പ്രേരിപ്പിക്കും. ഇന്നാ പാട്ട് കേട്ടിട്ടേ ചിലർക്ക് ഉറങ്ങാൻ പറ്റൂ. മൊബൈൽ കൈമ കിട്ടിയ പാട്ടാണ് അധിക സമയത്തും ചെവിയില്. സൗത്താനി മൽഗൂനാനി, 2 ശബ്ദം അള്ള വെറുത്തിരിക്കുന്നു. മിസ്മാറുൻ ഇന്ദ നിഅമത്തിൻ വറന്നത്തിൻ ഇന്ദ മുസീബ. അതിൽ ഒന്ന് മിസ്മാറുൻ ഇന്ദ നിഅമത്തിൻ, സന്തോഷം വരുമ്പോഴുള്ള മുട്ടുപാട്ട്. കല്യാണപ്പുരയിലൊക്കെ തുള്ളാനുള്ള പാട്ടേ വെക്കൂ. ആ സന്തോഷത്തിന്റെ പാട്ട് അള്ളാഹു വെറുത്ത ഒരു ശബ്ദത്തിൽപ്പെടും. വറന്നത്തുൻ ഇന്ദ മുസീബ, സങ്കടം വരുമ്പോഴുള്ള വീണവായനയും. ഒരു മനുഷ്യന് സങ്കടം ഉണ്ടാകുമ്പോ അവനെ ആസ്വദിക്കാൻ പ്രേരിപ്പിക്കുന്നത് സങ്കടത്തിന്റെ മെലഡി ഗാനങ്ങളാണ്. ഈ രണ്ടും സൗത്താനി മൽഊനാനി, അള്ള വെറുത്ത 2 ശബ്ദങ്ങളാണ്. അതാ നമ്മളെ വീട്ടിൽ, അതാ നമ്മളെ മൊബൈലിൽ, അത് ചെവിട്ട് തിരികിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആസ്വദിക്കുന്ന ഓരോ നിമിഷവും അള്ളാന്റെ അടുത്ത് കുറ്റവാളിയായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ കാര്യം പറയുമ്പോൾ ചിലരതിനെ വ്യാഖ്യാനിച്ചു, ചില മാപ്പിളാപ്പാട്ട് കേട്ടൂടെ എന്നൊക്കെ. മാപ്പിളാപ്പാട്ടിൽ മാപ്പിള എന്ന് പറയാൻ ഒരു പേര് മാത്രമേ ഉണ്ടാകൂ. പണ്ട് കാലത്തൊക്കെ ഉള്ള മാപ്പിളാപ്പാട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മരണത്തെപ്പറ്റിയൊക്കെ പുകയ്ത്തുന്ന, ആ മരണം കൺമുൻപിൽ കാണുന്നത് പോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു. അതാ മാപ്പിളാപ്പാട്ട്. നമ്മൾ പറഞ്ഞിട്ടില്ലേ, റൂഹിന് പറയാനാകുമോ അസ്റായീലെത്തുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്കു വേണ്ടെന്നും. മനുഷ്യന് പറയാനാകുമോ അസ്റായീലെത്തുമ്പോൾ ഞാൻ വരില്ലെന്നും പോരാനൊക്കുകയില്ലെന്നും. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ മാപ്പിളാപ്പാട്ട്. ഹംസത്തോലിയുല്ലാഹി ദീനുൽ ഇസ്ലാമിൽ ഇസ്സത്തുയർത്തിയ നൂറുല്ലാ. ഈ കാലഘട്ടത്തിലുള്ള മാപ്പിളാപ്പാട്ടാണോ ഈ രൂപത്തിലുള്ളത്? ആ മാപ്പിളാപ്പാട്ടെ കേൾക്കാറുള്ള അയലത്തെ വീട്ടിൽ പന്തലൊരുങ്ങിയപ്പോ
അടുപ്പ് പുകഞ്ഞത് അവിടെയല്ല എന്റെ മനസ്സിലാന്നുള്ളതിൽ എന്ത് മാപ്പിളയാ മനുഷ്യരുള്ളത്? കുണ്ടുങ്ങൽ തറവാട്ടിലെ പെണ്ണിന്റെ മൊഞ്ചു പറയാൻ മാത്രം അതിൽ എന്ത് മാപ്പിളയുള്ളത്? അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും യസ്തഫിസ്സു ബനി ആദം, ആദമിന്റെ മക്കളുടെ ഇച്ഛാ ചിന്താശക്തികളെ പോലും നശിപ്പിക്കുന്ന സംഗീതം എന്ന മാരണത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം. ഇന്ന് നമ്മളുടെ യൗവനം ഏറ്റവും കൂടുതൽ നശിച്ചു പോകുന്ന ഈ രണ്ട് കാര്യത്തിലാ. ടേബ് കിട്ടിയോ 4 സിനിമ കയറ്റും, മൊബൈൽ കിട്ടിയോ അതിലെന്തെങ്കിലും കാണണം, യൂട്യൂബ് ഉണ്ടോ എന്തെങ്കിലും കുറെ തോന്നിയാസം കാണണം. അള്ളാഹുവിന്റെ ദീനിനെപ്പറ്റി പരിചയപ്പെടുത്തപ്പെടുന്ന 100,000 ചാനലുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 100,000 മേഖലകൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഓരോ സെക്കൻഡുകളും നശിക്കാനുള്ള കാരണക്കാരായി നമ്മൾ തന്നെ കണ്ടെത്തുന്ന തോന്നിവാസത്തിൽ നിന്നും മാറി നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട അനിയന്മാർക്കും സഹോദരങ്ങൾക്കും സാധിക്കണം. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളെ തോന്നിവാസത്തിലേക്ക് നയിക്കുന്നത്, വൃത്തികേടിലേക്ക് നയിക്കുന്നത്. കാണുന്ന തോന്നിവാസം പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. ഇത് നമ്മൾ മാത്രമായതുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. കാരണം കുറച്ചു കാലം മുൻപ് വരെ കേരളത്തില് തമ്മില് വാപ്പാര് കല്യാണം ആലോചിച്ച് കണ്ടെത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളായിരുന്നു. അമുസ്ലിമീങ്ങളാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരിക്കലും അവരുമായിട്ടുള്ളൊരു വിവാഹബന്ധം പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ ഒരു സിനിമക്ക് പിന്നാലെ, അഥവാ ഒരു പെണ്ണിന്റെ തട്ടത്തിൻ മറയത്ത് ഹൈന്ദവന്റെ കൈ പിടിച്ചാലും മാപ്പിളപ്പെണ്ണിന് കുഴപ്പമില്ലാന്ന് തീരുമാനിക്കുന്ന മാധ്യമം പ്രസരിപ്പിക്കപ്പെട്ടപ്പോ കേരളത്തിലെ പല കുടുംബത്തിലെ പെൺമക്കൾക്കും ആൺമക്കൾക്കും തോന്നി ഏത് പെണ്ണിനെയാണെങ്കിലും വളച്ചു കുപ്പിയിലാക്കിയാ കെട്ടിക്കൊണ്ടുവരാന്ന്. ആ രീതിയിലേക്ക് പ്രണയം നമ്മളെ സ്വാധീനിച്ചത് എന്തുകൊണ്ടാ? പ്രേമത്തിന്റെ പിന്നാലെ നമ്മൾ പോകാനുള്ള കാരണം എന്തുകൊണ്ടാ? ഈ കാണുന്ന ദൃശ്യമാധ്യമം നമ്മളെ സ്വാധീനിച്ചതുകൊണ്ടാ. മരം ചുറ്റി പ്രേമങ്ങളും പ്രണയങ്ങളും നമുക്ക് മനസ്സിൽ ഇളക്കുണ്ടാക്കുന്നത് കൊണ്ടാ. അതുകൊണ്ടാ ലോകത്തിന്റെ തിരുദൂതൻ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയതും അന്നളിർ സിനാഹുമ, അഥവാ അൽ ഐന് സിനാഹുമ അന്നളിർ, നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്നത്, തോന്നിവാസത്തിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കൾ അതിന്റെ പേരിൽ ഇപ്പൊ തലകുമ്പിട്ട് നടക്കുക. സ്വന്തം പെൺമക്കളുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസത്തിന്റെ പേരിൽ ഒരു വാപ്പാന്റെ ഉമ്മാന്റെയും സ്നേഹം അറിയാതെ പിന്നെന്ത് സ്നേഹ മക്കളെ നിങ്ങൾക്ക് ദുനിയാവിൽ അറിയാനുള്ളത്? അപ്പൊ നമ്മൾ കാരണം നമ്മൾ ഈ കാണുന്ന ആസ്വദിക്കപ്പെടുന്നത് പിന്നെ ജീവിതത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കാം എന്നുള്ള ചിന്തയായി. അതുകൊണ്ടാണ് നമുക്ക് പ്രണയത്തിനോടും പ്രേമത്തിനോടും ഇങ്ങനെയുള്ള ചില ഇടപാടിനോടൊക്കെ ഒരു താല്പര്യം തോന്നുന്നത്. എത്ര മാതാപിതാക്കളാണെന്നറിയാവോ മക്കളിൽ ജനിപ്പിച്ച മക്കൾ കാരണം തലകുമ്പിട്ട് നടക്കുന്നത്? സ്വന്തം മക്കൾക്ക് 1000 സ്വപ്നങ്ങളായി കുത്തിരിക്കുന്ന പാവപ്പെട്ട വാപ്പാരുമാരും. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? വാപ്പാന്റെയും ഉമ്മാന്റെയും കഷ്ടപ്പാടും കണ്ണീരും ഒക്കെ. ഏത് ഉമ്മയും വാപ്പയും ആഗ്രഹിക്കുന്നത് സ്വന്തം കൈകൊണ്ട് മക്കളെ നല്ല നിലക്ക് കെട്ടിച്ചു വിടണം തന്നെയാ. എനിക്കുള്ളത് മൂത്ത ഒരു മോള 6ാം ക്ലാസ് പഠിക്കുന്നേ. ഞാനിപ്പോഴും അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ നല്ല നിലക്ക് അതിനെ പറഞ്ഞേക്കാൻ ആയുസ് ഉണ്ടെങ്കിൽ എനിക്ക് കഴിവ് തരണേ. അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുന്ന ഒരു വാപ്പാനോട് എങ്ങനെയാ മക്കളെ നിങ്ങൾക്ക് ക്രൂരത ചെയ്യാൻ തോന്നുന്നത്? എങ്ങനെയാ ആൺമക്കളെ നിങ്ങൾക്ക് അമ്മാനോടും വാപ്പാനോടും ഇത്രക്ക് ക്രൂരതക്ക് ചെയ്യാൻ തോന്നുന്നത്?